ഒരു തടസ്സങ്ങളില്ല, ഒരു പ്രശ്നങ്ങളില്ല, കമ്മിറ്റ്മെൻറ്റ്സ് ഇല്ല, കോടീശ്വരി. രണ്ടൊന്നുമല്ല, എനിക്ക് രണ്ട് മൂന്ന് റിലേഷൻഷിപ്പൊക്കെ ഉണ്ടായിരുന്നു. 3-4 റിലേഷൻഷിപ്പൊക്കെ എനിക്കുണ്ടായിരുന്നു. സിംഗിൾ പസംഗ അവ മിങ്കിളാകെ വന്ന്. എനിക്ക് കിട്ടുന്ന സാലറിക്കാളും കൂടുതലാണ് എൻ്റെ ചിലവെന്ന്. നമുക്ക് മനസ്സ് തുറന്ന് എല്ലാം ഓപ്പണായിട്ട് പറയാൻ പറ്റുന്നൊരു സ്പേസ് ഉണ്ടല്ലോ, അതെനിക്കില്ല. എൻ്റെ വീട്ടിൽ കഷ്ടപ്പാടാണ്, എനിക്ക് ഒരുപാട് അവസ്ഥകളുണ്ട്, എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എനിക്ക് താല്പര്യമുണ്ട്, എൻ്റെ വീട്ടുകാർ സമ്മതിക്കുന്നില്ലെന്ന്. ഞാൻ ഒറ്റയ്ക്കാണ് ഗൈസ്. എനിക്കങ്ങനെ പ്രത്യേകിച്ച് എടുത്തു പറയാൻ എൻ്റെ കൂടെ ആരുമില്ല. അപ്പം ഞാൻ എപ്പോഴും ഓപ്പൺ മൈൻഡഡ് ആണ്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡും ഓൾവേസ് ഓപ്പൺ മൈൻഡഡ് ആയിരിക്കണം. ഹലോ മൈ ക്യൂട്ടീസ്, ഇറ്റ്സ് മീ നീരജ മൂസ്, ഇന്ത്യൻ സീക്രട്ട് ഫൂഡി. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഭയങ്കര സന്തോഷത്തോടെയാണ് ഇന്നും ഞാൻ വീഡിയോ ചെയ്യുന്നത്. എപ്പോഴും ഞാൻ ഭയങ്കര സന്തോഷത്തോടെയല്ലേ വീഡിയോ ചെയ്യുന്നത്. അപ്പം ഇന്ന് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, 2-3 ആഴ്ചയ്ക്ക് മുന്നിൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ എന്നെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ജസ്റ്റ് Q&A ചെയ്യുക, ഞാനതൊരു ലെങ്തി വീഡിയോ ആയിട്ട് യൂട്യൂബിൽ ഇടുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഒരുപാട് റെസ്പോണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് മീൻസ് ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഞാൻ സെലക്റ്റായിട്ട് ചെയ്തിട്ടുള്ള കുറച്ച് മെസ്സേജുകളാണ്, അതിൻ്റെ ആൻസറുകളാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ അടുത്ത് പങ്കുവെക്കാൻ പോകുന്നത്, ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പം എന്നെക്കുറിച്ച് നിങ്ങൾക്ക് അറിയണമെന്ന് ആഗ്രഹമുള്ള, നിങ്ങൾ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരവായിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എന്തായാലും ഇത് കാണുമ്പോൾ മനസ്സിലാവും നിങ്ങൾ എന്തൊക്കെയാണ് ചോദിച്ചിട്ടുള്ളതെന്ന്. എൻ്റെ ലൈഫിൻ്റെ പകുതിയും ഇതിനകത്തുണ്ട്, നിങ്ങളുടെ ചോദ്യങ്ങളിലുണ്ട്. അപ്പം എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ വളരെ സത്യസന്ധമായിട്ട് തന്നെ ഞാൻ ഇതിന് മറുപടി തരും. കാരണം ഒളിച്ചു വയ്ക്കാനൊന്നുമില്ല, കറക്റ്റ് ചോദ്യങ്ങളാണ് നിങ്ങൾ ചോദിച്ചേക്കുന്നത്. അപ്പം എന്തോ ആയിക്കോട്ടെ, പറഞ്ഞു ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നിലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് പോകാം വീഡിയോയിലേക്ക്. ഞാൻ ഇങ്ങനെ ഇരിക്കാം, കുറേ നേരമായിട്ട് ഇരുന്നിട്ട് എനിക്ക് നടുവേനിക്കുന്നു കേട്ടോ. പിന്നെ നിങ്ങൾ ഈ ഒരു സംഭവം കണ്ടോ, ഞാൻ ടെമു ഹോൾ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ നമ്മൾ ക്യാൻഡിൽ കത്തിച്ച് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ജാസ്മിൻ്റെ ഫ്രാഗ്രൻസ് ലിക്വിഡ് ഞാൻ ഒഴിച്ച് വെച്ചിരിക്കണം. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ 2 ലീഫാണ് ഞാൻ ടെമുന്ന് മേടിച്ചേക്കുന്നത്. ഒരു നല്ല ലുക്കില്ലേ കാണാൻ. പിന്നെ എനിക്ക് വെക്കാൻ ഒരു ടേബിൾ ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിങ്ങനെ എങ്ങനെയൊക്കെയോ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന കളർ ലൈറ്റാണെങ്കിലും എനിക്ക് കുറച്ചധികം ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ്. എന്തായാലും ഞാൻ അത് പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പം എനിക്ക് പേര് പറയാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ പേര് പറഞ്ഞ് തന്നെ നിങ്ങൾക്ക് മെസ്സേജ് ഇത് മറുപടി തരാം. പിന്നെ ഒരു മെയിൻ ചോദ്യം തന്നെ കുറേ പേര് ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഞാൻ എന്തായാലും വായിച്ച് പോവാം. പക്ഷേ എന്തായാലും ഞാൻ മറുപടി ഓൾറെഡി ഞാൻ തരുന്ന മറുപടി ആയിരിക്കും. അപ്പോൾ ഞാൻ ഓൾറെഡി എല്ലാം കൂടെ സോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഫസ്റ്റ് തന്നെ ആൾക്കാർക്ക് അറിയേണ്ടതെന്ന് പറഞ്ഞാൽ, റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് ഒന്ന് പറയൂ. സിംഗിൾ പസംഗ അവ മിങ്കിളാകെ വന്നിരിക്ക താജ്മഹൽ കട്ടിപ്പോട് സിംഗിൾ പോടുങ്ങ. കറക്റ്റാണെന്നൊന്നും അറിയത്തില്ല. സിംഗിൾ ഗൈസ്, സിംഗിൾ എന്ന് പറഞ്ഞാൽ മൊരട്ട് സിംഗിൾ. വേറെ ഒന്നും കൊണ്ടല്ല, വേറെ ആരെയും കിട്ടാത്തതുകൊണ്ടാണ് കേട്ടോ സിംഗിളായിട്ടിരിക്കുന്നത്. അങ്ങനെയൊന്നും അല്ല, സിംഗിളാണ്. റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ട്, അത് നിങ്ങൾ ചോദിച്ചിട്ടില്ലല്ലോ, അത് ചോദിക്കുമ്പോൾ പറഞ്ഞുതരാം കേട്ടോ. ഇപ്പം എന്തായാലും കറണ്ട് സ്റ്റാറ്റസ് സിംഗിളാണ്. ഫസ്റ്റ് ചോദ്യം തന്നെ അതാണ്. രണ്ടാമത്തെ ചോദ്യം, എന്താണ് ചേച്ചിയുടെ ജോലി? ചോദിച്ചേക്കുന്നത് പൊന്നു ആണ്. പൊന്നു, എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ ഞാൻ കെയർ ഹോമിലാണ് വർക്ക് ചെയ്യുന്നത്. കെയർ ഹോമിലെ ഹെൽത്ത് കെയർ സ്റ്റാഫാണ് ഞാൻ. ഓക്കെ, കെയർ ഹോം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സാധാ അമ്മൂമ്മ അപ്പൂപ്പന്മാരൊക്കെ, വയ്യാതാകുന്ന അമ്മൂമ്മ അപ്പന്മാരൊക്കെ, ഡിമെൻഷ്യ അങ്ങനെയുള്ള രോഗങ്ങളുള്ള അമ്മൂമ്മ അപ്പന്മാരൊക്കെ വന്ന് അവരെ ടേക്ക് കെയർ ചെയ്യുക, അവർക്ക് വേണ്ടിയിട്ടുള്ള റിയേഷൻസ് കൊടുക്കുക, അവർക്ക് പാഡ് ചേഞ്ച് ചെയ്ത് കൊടുക്കുക, അവരെ ഹെൽപ്പ് ചെയ്യുക, അവരെ അസിസ്റ്റ് ചെയ്യുക, ഇതൊക്കെയാണ് എൻ്റെ പണി. ഞാൻ കെയർ ഹോമിലാണ് വർക്ക് ചെയ്യുന്നത്. വീക്ക്ലി 4 days എനിക്ക് ഷിഫ്റ്റ് ഉണ്ട്. മോർ ദാൻ 4 days വേണമെങ്കിൽ നമുക്ക് എടുക്കാം. അടുത്ത ശരത്ത് ചോദിച്ചേക്കുന്നത്, ഒരു ജോബ് സെറ്റാക്കി തരുമോ? എനിക്കിപ്പോൾ ഏറ്റവും കൂടുതൽ ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഇതാണ്, ഒരു ജോലി സെറ്റാക്കി തരൂ, എൻ്റെ വീട്ടിൽ കഷ്ടപ്പാടാണ്, എനിക്ക് ഒരുപാട് അവസ്ഥകളുണ്ട്, എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ചേച്ചി എനിക്കൊരു ജോലി സെറ്റാക്കി തരൂ എന്നാണ് ഒരുപാട് പേര് ചോദിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, UK എന്ന് പറയുന്ന ഒരു രാജ്യത്ത് വരുവാണെങ്കിൽ നമുക്ക് ചുമ്മാ അങ്ങനെ പെട്ടെന്നൊരു ജോലി അവിടെ സെറ്റാക്കി അങ്ങനെയൊന്നും നമുക്ക് കയറി വരാൻ പറ്റത്തില്ല. ഒന്നാമത്തെ കാര്യം, ഏതൊരു ചെറിയ ജോലിക്കാണെങ്കിലും നമ്മൾ ഒരുപാട് ലക്ഷക്കണക്കിന് രൂപ ചിലവാക്കണം. രണ്ടാമത്തെ കാര്യം,
അങ്ങനെ ഫ്രീ ആയിട്ട് ജോലി കിട്ടി കയറി വരാനുള്ള നമുക്കിവിടെ ഇപ്പം അങ്ങനെ നമ്മൾ ആരെയും കൊണ്ടുവരാൻ പറ്റത്തില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇങ്ങനെ ഒരു ഫീൽഡിൽ കാരണം എനിക്ക് ഓൾറെഡി കെയർ ഹോം വിസ അങ്ങനത്തെ ഒരു പ്രശ്നത്തിൽ എനിക്ക് നല്ലൊരു പണി കിട്ടിയതാണ്. സോ അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെയുള്ള ജോബ് സെറ്റാക്കി തരുമോ ചേച്ചി, കെയർ ഹോമിൽ എനിക്കൊരു വേക്കൻസി ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നവരോട് അതൊന്നും നമ്മുടെ കയ്യിലല്ല. അതിനൊക്കെ പ്രത്യേകം ഏജൻസികളുണ്ട്, അവരെ സമീപിക്കുക. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ കയറി വരണമെങ്കിൽ പോലും ഒരുപാട് പൈസ നിങ്ങളുടെ കയ്യിൽ നിന്ന് ചിലവാകും. നിങ്ങൾക്ക് ഇവിടെ വന്നാൽ പൈസ അടച്ചു തീർക്കാൻ പറ്റത്തില്ലെന്ന് ഞാൻ പറയത്തില്ല, നിങ്ങൾക്ക് അടച്ചു തീർക്കാനൊക്കെ പറ്റും. എൻ്റെ ചേച്ചിയും കെയർ ഹോമിൽ വിസയിൽ നാട്ടിൽ നിന്ന് 10-20 ലക്ഷം രൂപ ചിലവാക്കി വന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അവൾ അതൊക്കെ അടച്ചു തീർക്കുന്നത് ഇവിടെ വന്ന് ജോലി ചെയ്തിട്ടാണ് അടച്ചു തീർക്കുന്നത്. സോ നമുക്ക് അങ്ങനെ പെട്ടെന്ന് എനിക്ക് നിങ്ങൾക്കൊരു ജോലി സെറ്റാക്കി തരാൻ കൂടെ. കാരണം എനിക്ക് എന്തെങ്കിലും ഷോപ്പുണ്ട്, ഞാനിപ്പോൾ ഒരു റെസ്റ്റോറൻറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഷോപ്പ് സ്പോൺസർഷിപ്പ് നിങ്ങളെ സ്പോൺസർ ചെയ്യാൻ ഒരുള്ള കപ്പാസിറ്റിയിൽ എനിക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് ജോലി സെറ്റാക്കി തരാൻ പറ്റും. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും വക്കീലിന്, എംബസിക്ക്, ഇതിന് വിസ ഫീസ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് രൂപ ചിലവാക്കേണ്ടി വരും. അങ്ങനെ പ്രത്യേകിച്ച് പെട്ടെന്ന് ആർക്കും ജോലി സെറ്റാക്കി തരാൻ പറ്റില്ല. നിലവിൽ ബോയ് ഫ്രണ്ട് ഉണ്ടോ? നിലവിൽ ബോയ് ഫ്രണ്ട് ഇല്ല, സിംഗിളാണ്. നിലവിൽ ബോയ് ഫ്രണ്ട് ഇല്ല, സിംഗിളാണ്. ഫേവറേറ്റ് ഹസ്ബൻഡ് എങ്ങനെയുള്ള ആളായിരിക്കണം, എത്ര ഏജ് ഉണ്ടായിരിക്കണം? ഗുഡ് ക്വസ്റ്റ്യൻ, എനിക്കിഷ്ടപ്പെട്ടു. ഹസ്ബൻഡ് ഒന്നാമത്തെ കാര്യം, കല്യാണം കഴിക്കാൻ എനിക്ക് ഒരു പ്ലാനും ഇല്ല. ഒരു പ്ലാനും എന്ന് വെച്ചാൽ ഒരു പ്ലാനും ഇല്ല. ഇങ്ങനെ അങ്ങ് സമാധാനത്തിൽ സന്തോഷത്തോടെ പോവുക എന്നുള്ളതാണ് എൻ്റെ ഒരു പ്ലാൻ എന്ന് പറഞ്ഞത്. ഇൻ കേസ് നമ്മൾ കല്യാണം കഴിക്കുകയാണെങ്കിൽ പോലും നമുക്ക് കുറച്ച് കോൺസെപ്റ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. നമ്മുടെ ഹസ്ബൻഡ് അങ്ങനെ ഉണ്ടായിരിക്കണം, ഇങ്ങനെ ഉണ്ടായിരിക്കണം. ഏജ് എന്നെക്കാളും 1 വയസ്സിന് മൂത്തതാണെങ്കിലും കുഴപ്പമില്ല, ഒരു 6-7 വയസ്സ് മൂത്തതാണെങ്കിലും കുഴപ്പമില്ല. അതിന് മുകളിലോട്ടൊന്നും പോകാൻ പാടില്ല. പ്രത്യേകിച്ച് വേറൊന്നും കൊണ്ടല്ല, ഇപ്പോഴത്തെ ജനറേഷനൊക്കെ പ്രകാരം നമ്മൾ ജെൻ ഇസഡ്, ജെൻ ആൽഫ അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. അപ്പം നമ്മൾ ഒരു കാര്യം പറയുന്ന രീതിയിലായിരിക്കത്തില്ല ഒരു 6-7 വയസ്സ് മൂത്ത ഒരാൾ എടുക്കുന്നത്. എനിക്ക് എൻ്റെ ലൈഫ് വെച്ചിട്ട് എനിക്ക് നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ഉള്ളൊരു കാര്യമാണ്. ഒരു 5 വയസ്സ് മൂത്ത ഒരാളാണെങ്കിലും 4 വയസ്സ് മൂത്ത ഒരാളാണെങ്കിൽ പോലും എടുക്കുന്നത് അയാളുടെ ഒരു കാലഘട്ടത്തിലുള്ള ഒരു മൈൻഡിലായിരിക്കും. കാരണം അയാൾ നമ്മളെക്കാളും എത്രയോ ഇരട്ടി മെച്ചോർഡാണ്. അപ്പോൾ നമ്മൾ കുട്ടിത്തമാശ പറയുന്ന കാര്യങ്ങളൊക്കെ അയാൾ എടുക്കുന്നത് എന്തോ വലിയ കാര്യമായിട്ടായിരിക്കും. അപ്പം അതെനിക്ക് പറ്റത്തില്ല. എൻ്റെ സെയിം ഏജ് ആണെങ്കിലും എനിക്ക് കുഴപ്പമില്ല, എന്നെക്കാളും 1 വയസ്സ് കുഴപ്പമില്ല, 4-5 വയസ്സാണെങ്കിലും കുഴപ്പമില്ല, അതിൽ കൂടുതൽ 5 വയസ്സിൽ കൂടരുത് എന്നാണ് എൻ്റെ ആഗ്രഹം. ഹസ്ബൻഡ് എങ്ങനെയുള്ള ആളായിരിക്കണം ചോദിച്ചാൽ എൻ്റെ മനസ്സിലുള്ളത് വളരെ കുഞ്ഞു ആഗ്രഹങ്ങളാണ്. എന്ന് വെച്ചാൽ എന്നെ ദിവസം രാവിലെ ജോലിക്ക് കൊണ്ടാക്കണം, പിന്നെ ഞാൻ കാറിൽ കയറാൻ വരുമ്പോൾ കാറിൻ്റെ ഡോറൊക്കെ തുറന്നു തരണം, എൻ്റെ കാലൊക്കെ ഇടയ്ക്കിടയ്ക്ക് തടവി തരണം, ഭയങ്കര റൊമാൻറ്റിക് ആയിരിക്കണം, ഭയങ്കര സ്നേഹമായിരിക്കണം. ഇതൊന്നുമല്ല മെയിനായിട്ടും അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കണം. ഞാനിപ്പോൾ ഒരു സ്ഥലത്ത് പോവുകയാണെന്ന് ചോദിച്ചാൽ എന്തിന് പോവുകയാണെന്നൊരു ചോദ്യം അവിടെ വരാൻ പാടില്ല. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അവിടെ പോവുകയാണേ എന്ന് പറഞ്ഞിട്ട് പോകുന്ന ഒരു വ്യക്തിയല്ല ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ ചെയ്യുന്നു. എന്നെ എപ്പോഴെങ്കിലും വിളിക്കുവാണെങ്കിൽ എവിടെ നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ ഞാൻ ഇവിടെ നിൽക്കുന്നു എന്ന് പറയാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അല്ലാതെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നിൽ ഞാൻ ഇന്ന സ്ഥലത്ത് പോവുകയാണേ, പൊക്കോട്ടെ, ഞാൻ ഡോർ അടയ്ക്കാൻ പോവുകയാണേ, വീട്ടിൽ നിന്ന് ഇറങ്ങി അപ്പോഴപ്പോഴേ ഇൻഫർമേഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. എന്നെ അതിന് കിട്ടത്തുമില്ല, കാരണം എനിക്കതിന് താല്പര്യമില്ല. അപ്പം ഞാൻ എപ്പോഴും ഓപ്പൺ മൈൻഡഡ് ആണ്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡും ഓൾവേസ് ഓപ്പൺ മൈൻഡഡ് ആയിരിക്കണം. എനിക്ക് അത്യാവശ്യമൊന്നുമല്ല, ഫ്രീഡം നമ്മൾ ചോദിച്ച് മേടിക്കേണ്ടല്ല, എൻ്റെ ഫ്രീഡം എൻ്റെതാണ്. അതിനൊരു ഓപ്പോസിറ്റ് നിൽക്കരുത് എന്നാണ് എൻ്റെ ഒരു താല്പര്യം. ദുബായിൽ എന്നാണ് വരുന്നത്? രദീപ്, ദുബായിൽ വരാൻ എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. ഞാൻ അടുത്ത മെയിൽ നാട്ടിൽ പോവുകയാണ്. അപ്പോൾ എൻ്റെ ഒരു മൈൻഡിൽ ഞാൻ ആഗ്രഹിക്കുന്നത് മെയിൽ നാട്ടിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ 10 ദിവസത്തിന് ദുബായ് വന്ന് നിന്നിട്ട് അങ്ങനെ നാട്ടിൽ പോയാലോ എന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ സാഹചര്യ സന്ദർഭം മൂലം ആഹപ്പാട 1 മാസം കിട്ടുന്ന ലീവിൽ നമ്മൾ ദുബായിലും കൂടെ പോയാൽ ആ 10 ദിവസം നമുക്ക് നാട്ടിൽ നിൽക്കാനുള്ളത് കുറയും. ദുബായിലൊക്കെ നമുക്ക് ഇവിടെ നിന്ന് എപ്പോൾ വേണമെങ്കിലും പോകാനുള്ളൂ, ഒരാഴ്ചത്തേക്കൊക്കെ വേണ്ടി പോകാമെന്നുള്ളൂ. പക്ഷേ നാട്ടിൽ നമുക്ക് അങ്ങനെയല്ലല്ലോ. അതുകൊണ്ട് ദുബായിൽ എന്തായാലും ഉറപ്പായിട്ടും വരും. അടുത്ത വർഷം എന്തെങ്കിലും ഒരു സമയം ഉറപ്പായിട്ടും ദുബായിൽ വരും. അടുത്ത ജപ്പു, ചേച്ചി സ്റ്റാറ്റസ് സിംഗിൾ അല്ല, മാരീഡ് അല്ലല്ലോ, അതോ റിലേഷൻഷിപ്പ്? വേറെ റിലേഷൻഷിപ്പ് എന്താ ഉദ്ദേശിക്കുന്നത്? ചേച്ചിയുടെ സ്റ്റാറ്റസ് സിംഗിൾ അല്ല, മാരീഡ് അല്ലല്ലോ, അതോ വേറെ റിലേഷൻ? ഇപ്പോഴേ മാരേജ് നോക്കുന്നുണ്ടോ? നോക്കുന്നില്ല, മാരേജ് നോക്കുന്നില്ല, സിംഗിളാണ്. മാരേജ് നോക്കുന്നില്ല, കാരണം ഇപ്പം ഇങ്ങനെയൊക്കെ അങ്ങ് പൊക്കോട്ടെ. ഇനിയും സമയമുണ്ടല്ലോ. എനിക്ക് ഏകദേശം 25 വയസ്സായിട്ടേ ഉള്ളൂ. ഇപ്പോഴും ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ പകുതി പോലും സക്സസ് ആയിട്ടില്ല. എനിക്ക് ഇനിയും ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കല്യാണം വേണമെന്ന് തോന്നിയാൽ മാത്രം. എനിക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിലാണെങ്കിൽ എനിക്ക് കല്യാണമേ വേണ്ട, ഒരു ബോയ് ഫ്രണ്ടേ വേണ്ട എന്നുള്ളൊരു രീതിയാണ്. അപ്പം കല്യാണം വേണം എന്നൊരു സാഹചര്യം വരുവാണെങ്കിൽ കല്യാണം കഴിക്കും, അത്രയേ ഉള്ളൂ. എന്താ മാരേജ് കഴിക്കാത്ത? ഇവേദിത,
ഓക്കെ, നല്ല പേര്. എന്താ മാരേജ് കഴിക്കാത്തതെന്ന് ചോദിച്ചാൽ എനിക്ക് താല്പര്യമുണ്ട്, എൻ്റെ വീട്ടുകാർ സമ്മതിക്കുന്നില്ലെന്ന് എന്നൊക്കെ നമ്മൾ ചുമ്മാ പറയത്തില്ലേ, അങ്ങനെയല്ല. എൻ്റെ വീട്ടുകാരുടെ ഭാഗത്തുനിന്ന് എനിക്ക് ഒരു രീതിയിലുള്ള പ്രഷറും ഇല്ല കേട്ടോ. സാധാ വീട്ടുകാരെ പോലെ കല്യാണം കഴിക്കണം, അച്ഛനമ്മയും മരിക്കാറായി അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് നിൽക്കുന്ന ഒരു പ്രഷറും ഇല്ല. എൻ്റെ അച്ഛനമ്മ എൻ്റെ അടുത്തുണ്ട്, നിനക്ക് എപ്പം കല്യാണം വേണം കേട്ടാ, ഇനി കല്യാണം വേണ്ട, അങ്ങനത്തെ ഒരു മൈൻഡാണ്. പിന്നെ ചില സമയത്തൊക്കെ ഇങ്ങനെ മോളെ കല്യാണത്തിനെ കുറിച്ച് എന്തെങ്കിലും ചിന്തിക്കുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ അച്ഛനമ്മയൊക്കെ ചോദിക്കും, അല്ലാതെ വീട്ടുകാരുടെ രീതിയിൽ നിന്ന് ഒരു പ്രഷറും ഇല്ല. പിന്നെ കല്യാണം കഴിക്കാത്ത എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് ആപ്റ്റായിട്ടുള്ള ഒരാളെ ഞാൻ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല, അങ്ങനെ വേണേൽ പറയാം. ആപ്റ്റായിട്ടുള്ള ഒരാളെ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. പിന്നെ ഇങ്ങനെ ജീവിക്കുന്നത് കൊള്ളാം, ഒരു തടസ്സങ്ങളില്ല, ഒരു പ്രശ്നങ്ങളില്ല, കമ്മിറ്റ്മെൻറ്റ്സ് ഇല്ല, സ്വന്തം കാര്യം മാത്രം നോക്കി നിന്നാൽ മതി. അപ്പോൾ ഇങ്ങനെ ജീവിക്കുന്നത് എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് കല്യാണം കഴിച്ചില്ല. ജീവിതത്തിൽ ഒറ്റയ്ക്കായ ഫീൽ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെന്ന് വെച്ചാൽ എപ്പോഴും ഉണ്ട്, എപ്പോഴും 24 hours ഉണ്ട്. ബിക്കോസ് എൻ്റെ ചേച്ചിയോ എൻ്റെ ഫ്രണ്ട്സോ ഒക്കെ വരുമ്പോഴാണ് എനിക്ക് ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നൊരു തോന്നൽ വരുന്നത്. നമ്മൾ എല്ലാവരും ഇങ്ങനത്തെ ഒരു രാജ്യത്ത് ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാനതൊരു ഉത്തമ ഉദാഹരണം പറഞ്ഞുതരാം. ഇന്ന് രാവിലെ തന്നെ എനിക്ക് ഒരു 2-3 വീഡിയോ എടുക്കണമുണ്ടായിരുന്നു. ഔട്ട് സൈഡിൽ നിന്നാണ് എടുക്കാനുള്ളത്. ഇപ്പോൾ വീട്ടിനകത്താണെങ്കിൽ നമുക്ക് ട്രൈപോഡൊക്കെ സെറ്റ് ചെയ്തെടുക്കാം. ഔട്ട് സൈഡ് ആണെങ്കിൽ നമുക്ക് അങ്ങനെ കാണാനൊന്നും പറ്റില്ല, കറക്റ്റ് ക്ലിയർ ആയിട്ട് എടുക്കണേ, പ്രൊമോഷൻ വീഡിയോസ് അല്ലേ. അപ്പോൾ ഞാൻ എൻ്റെ 2-3 ഫ്രണ്ട്സിനെ വിളിച്ചു, അവരൊക്കെ ബിസി ആയിരുന്നു. അപ്പോൾ എനിക്ക് വന്ന് വീഡിയോ എടുത്തു തരാൻ എനിക്ക് ആരും ഇല്ല. പിന്നെ ചില സമയത്ത് നമ്മൾ രാത്രിയൊക്കെ വന്ന് ഉറങ്ങാൻ കിടക്കുമ്പം ആരെങ്കിലും അടുത്തുണ്ടായിരുന്നെങ്കിൽ നമുക്ക് കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങാമായിരുന്നു, നമ്മുടെ വിഷമങ്ങളൊക്കെ പങ്കുവെക്കാമായിരുന്നു, നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മളൊന്ന് സമാധാനിപ്പിക്കാനുള്ള ഒരാൾ, അപ്പോൾ നമ്മുടെ കൂടെ ഉള്ള ഒരാൾ, അങ്ങനെയൊക്കെ രീതിയിൽ എനിക്ക് ഒരുപാട് ഒറ്റപ്പെടൽ തോന്നിയിട്ടുണ്ട്. ഫസ്റ്റൊക്കെ ഞാൻ വന്ന സമയത്ത് ഡിപ്രഷൻ്റെ സീനായിരുന്നു. ഫസ്റ്റ് എനിക്ക് ഫ്രണ്ട്സോ ഫാമിലിയോ പരിചയമുള്ള ആരും ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പം ഒറ്റപ്പെടൽ അന്നും ഉണ്ട്, ഇന്നും ഉണ്ട്, എപ്പോഴും ഉണ്ട്. ഞാൻ ഒറ്റയ്ക്കാണ് ഗൈസ്. എനിക്കങ്ങനെ പ്രത്യേകിച്ച് എടുത്തു പറയാൻ എൻ്റെ കൂടെ ആരുമില്ല. എല്ലാവരും ഞാനെന്നല്ല, UK വരുന്ന ഓരോ ആൾക്കാരും ഇങ്ങനെയാണ്, സിംഗിളായിട്ട് വരുന്ന ഓരോ ആൾക്കാരും ഇങ്ങനെയാണ്, അവരെല്ലാവരും ഒറ്റയ്ക്കാണ്. അടുത്ത ചേച്ചി, പോളി ഡിപ്ലോമ കഴിഞ്ഞവർക്ക് UK എന്ത് വർക്ക് കിട്ടും? എനിക്കറിയില്ല, സീരിയസ്ലി എനിക്കറിയില്ല. അറിയാത്ത കാര്യങ്ങൾ ഞാൻ അറിയില്ല എന്ന് തന്നെ പറയും, എനിക്കറിയില്ല. ചേച്ചി UK എവിടെയാണ്? ഞാൻ UK ലണ്ടൻ കോവൻട്രി എന്ന് പറയുന്ന സ്ഥലത്താണ്. കോവൻട്രി എന്ന് പറഞ്ഞാൽ കോവൻട്രി യൂണിവേഴ്സിറ്റിൻ്റെ തൊട്ടടുത്ത ഒരു 5 മിനിറ്റ് വോക്കേ ഉള്ളൂ എൻ്റെ ഇവിടെ നിന്ന് കോവൻട്രി യൂണിവേഴ്സിറ്റിക്ക്. നൈനു എവിടെ? നൈനു നാട്ടിൽ പോയേക്കുവാണ്. നൈനു ഇനി അടുത്ത മെയിൽ ഞങ്ങളൊക്കെ തിരിച്ചു വരുന്ന സമയത്ത് നൈനു തിരിച്ചു വരത്തുള്ളൂ. നൈനുവിന് നാട്ടിൽ വീട്ടിൽ കൊണ്ടാക്കി, ചേച്ചിക്കും ചേട്ടനും ഷിഫ്റ്റൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നാട്ടിൽ കൊണ്ടാക്കി. കഴിഞ്ഞ ഒരാഴ്ച മുന്നിലെയാണ് കൊണ്ടാക്കിയത് കേട്ടോ. നാട് എവിടെയാണ്? മെഫി. നാട് ട്രിവാൻഡ്രത്താണ്, നെടുവങ്ങാട് എന്ന് പറയും. എത്ര ഇയർ ആയി എന്ന് വെച്ചാൽ എൻ്റെ ഏജാണോ? അതെ, ഇവിടെ വന്നിട്ടാണെങ്കിൽ ഏകദേശം 2 വർഷം കഴിഞ്ഞു. ഏജ് ആണെങ്കിൽ 25. ഒരു കോടി കടമായിട്ട് തരാമോ? 1 കോടി കടമായിട്ട് തരാമോ കോടീശ്വരി? തരാം. 1 കോടിയല്ലേ, കോടി മുണ്ട് ഞാൻ വാങ്ങിച്ചു തരും. കോടി ആക്കുന്ന എന്തിനാ? 2 കോടി മുണ്ട് ഞാൻ വാങ്ങിച്ചു തരും. വിഷു അല്ലേ വരുന്നേ, അങ്ങ് ഞാൻ എത്തിച്ചേക്കാം, അഡ്രസ്സ് അയച്ചേച്ചാൽ മതി. കുഴിമന്തി. ഓക്കെ. ജോബ് എന്താ ചെയ്യുന്നത്? ആതിര. അറിഞ്ഞിട്ടുണ്ടായിരുന്നു, കെയർ ഹോമിലാണ് വർക്ക് ചെയ്യുന്നത്. മേക്കപ്പ് പ്രൊഡക്റ്റ് ഫഷിജു മേക്കപ്പ് പ്രൊഡക്ട്സ്, കൊറിയൻ സ്കിൻ കെയർ പ്രൊഡക്ട്സ്. റീസെൻ്റ്ലി എന്നല്ല, കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊറിയൻ സ്കിൻ കെയർ പ്രൊഡക്ട്സ് ആണ്. മോയ്സ്ചറൈസർ ആണെങ്കിലും സൺക്രീം ആണെങ്കിലും പിന്നെ സിറം ആണെങ്കിലും നിയാസിനമൈഡ് ആണെങ്കിലും സാലിസിലിക് ആണെങ്കിലും ഫുള്ളും ഞാൻ ഇപ്പോൾ കൊറിയൻ സ്കിൻ കെയർ പ്രൊഡക്ട്സ് ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ അല്ലാതെ അണ്ടർ ആം റോളർ, സാലിസിലിക് ആൻഡ് മിനിമലിസ്റ്റൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അങ്ങനെ എല്ലാം യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് റെഗുലറായിട്ട് സ്കിൻ കെയർ പ്രൊഡക്റ്റിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് കൊറിയൻ സ്കിൻ കെയർ പ്രൊഡക്ട്സ് ആണ്. രേഷ്മ, റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. 1-2 കുറേ ഉണ്ടായിരുന്നു. യെസ് ഗൈസ്, വെറുതെ നമ്മൾ കള്ളം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അങ്ങനെ കള്ളം പറയാം. 1-2 എനിക്ക് 2-3 റിലേഷൻഷിപ്പൊക്കെ ഉണ്ടായിരുന്നു. 3-4 റിലേഷൻഷിപ്പൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തൊക്കെ കുഞ്ഞുകാലത്തൊക്കെ തുടങ്ങിയിട്ടുള്ള റിലേഷൻഷിപ്പൊക്കെ ഉണ്ടായിരുന്നു. റിലേഷൻഷിപ്പ് ഇല്ലാതെ ആരും അങ്ങനെ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. പിന്നെ 2-3 പേരെ ഞാൻ തേച്ചു, 2-3 പേരെ എന്നെ തേച്ചു. ഇതൊക്കെയാണ് എൻ്റെ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ്. ഏതോ ഒരു പാട്ടിൻ്റെ റീൽസ് പണ്ണുങ്ക അക്ക, ചുറ്റാമലൈ റീൽസ് പാട്ട് പണ്ണുങ്ക അക്ക. എനിക്ക് ആ പാട്ട് ഏതാണെന്ന് അറിയില്ല. നാട്ടിൽ ഇനി എന്ന് വരും? ബ്യൂട്ടി ബേബി. നാട്ടിൽ
മെയിലുണ്ടാവും, കാരണം മെയിൽ അച്ഛൻ്റെ ബർത്ത്ഡേ ആണ്. സോ അച്ഛൻ്റെ ബർത്ത്ഡേ മെയിൽ ആഘോഷിക്കണം നല്ലൊരു ആഗ്രഹമുണ്ട്. അതിന് ഞാനും ചേച്ചി എല്ലാവരും നാട്ടിൽ വരണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. മെയിൽ നാട്ടിൽ വരും. മാരേജ് വല്ലതും ആയോ ചേച്ചി? എപ്പിക് ക്യൂൻ. മാരേജ് ഒന്നും ആയിട്ടില്ല, മാരേജ് നോക്കുന്നില്ല, അതിന് പറ്റിയ ഒരാളെ കിട്ടുന്നില്ല. അടുത്ത ആതിര ബാബു, ഷെയർ യുവർ ജേർണി ടു ബിക്കം എ ഹെൽത്ത് കെയർ അസിസ്റ്റൻറ്റ് ഇൻ UK. ഞാൻ പറഞ്ഞല്ലേ, ഞാനൊരു സ്റ്റുഡൻ്റായിട്ടാണ് UK വന്നത്. UK സ്റ്റുഡൻ്റായിട്ട് വന്നതിന് ശേഷം എനിക്ക് പാർട്ട് ടൈം ഒക്കെ കിട്ടിയത് DHL അവിടെ ഇവിടെ റെസ്റ്റോറൻറ്റുകളിലൊക്കെ ആയിരുന്നു. പിന്നെ എനിക്ക് ലാസ്റ്റ് പാർട്ട് ടൈം കിട്ടിയത് ഒരു കെയർ ഹോമിലായിരുന്നു. പിന്നെ കെയർ ഹോമിൽ വർക്ക് ചെയ്ത് തുടങ്ങി, വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ പെട്ടെന്നാണ് വിസ ചേഞ്ച് ചെയ്യാൻ തോന്നി വിസ ചേഞ്ച് ചെയ്തത്. ഞാൻ വിസ ചേഞ്ച് ചെയ്യാൻ കൊടുത്ത ഒരു മാസം കഴിഞ്ഞപ്പോൾ റൂളും മാറി. ഒരു 4-5 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് വിസ വന്നു. സോ എനിക്ക് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷെ അന്ന് ഞാൻ എടുത്ത ഡിസിഷൻ ഞാൻ ഒരിക്കലും റിഗ്രറ്റ് ചെയ്യുന്നില്ല. കോഴ്സ് കംപ്ലീറ്റ് ചെയ്തില്ല എന്നൊരു ഡിസിഷൻ ഒരിക്കലും റിഗ്രറ്റ് ചെയ്യുന്നില്ല. ഇതായിരുന്നു ഒരു ബെസ്റ്റ് ഓപ്ഷൻ. അടുത്ത ഹെൽത്ത് കെയർ അസിസ്റ്റൻറ്റ് ഓർ നഴ്സിംഗ് അസിസ്റ്റൻറ്റ് വിത്ത് നാട്ടിലെ നോർമൽ ഡിഗ്രി എനി ജോബ് ഇൻ UK. നാട്ടിലെ നോർമൽ ഡിഗ്രി വെച്ച് ജോബ് കിട്ടുമെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. ഞാനിവിടെ ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റ് ആണ്, നേഴ്സല്ല. സോ അടുത്ത ചേച്ചി സോ ക്യൂട്ട്. താങ്ക് യു. ചേച്ചി UK എന്ത് ജോബാണ് ചെയ്യുന്നത്? കെയർ അസിസ്റ്റൻ്റ് ആണ്. UK എന്ത് വർക്കാണ്? കെയർ അസിസ്റ്റൻ്റ് ആണ്. എത്ര വയസ്സായി ചേച്ചി? കഴിഞ്ഞ സെപ്റ്റംബറിൽ എനിക്ക് 25, ക്വാർട്ടർ സെഞ്ചുറി ഞാൻ അടിച്ചിരിക്കുന്നത് ഗൈസ്. ആർ യു ഇൻ ലണ്ടൻ? ഞാൻ ലണ്ടൻ അല്ല, ഞാൻ കോവൻട്രി ആണ്. നിങ്ങളുടെ ടൂത്ത് പേസ്റ്റിൽ ഉപ്പുണ്ടോ? ഇല്ല, ഞാൻ കോൾഗേറ്റിൻ്റെ ഉപ്പില്ലാത്ത ടൂത്ത് പേസ്റ്റാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ എന്തെങ്കിലും ഒരു സ്പോൺസർഷിപ്പ് കിട്ടാൻ വല്ല വഴിയുണ്ടോ ചേച്ചി? ഇതാണ് ഞാൻ നേരത്തെ, ഇതിൻ്റെ ആൻസർ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ വീണ്ടും പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അതിന് ഒരുപാട് എമൗണ്ട് ചിലവാകും. പിന്നെ അങ്ങനെ കൊടുക്കുന്നവരാരും അങ്ങനെ പരിചയമില്ല. ചേച്ചി നല്ല ക്യൂട്ടാണ് കേട്ടോ. താങ്ക് യു സോ മച്ച്. അടുത്ത ആര്യ, വാട്ട്സ് യുവർ നെയിം ആൻഡ് വാട്ട്സ് യുവർ ഏജ് ആൻഡ് വാട്ട്സ് യുവർ ഫാദർ നെയിം ബട്ട് യുവർ സിസ്റ്റർ നെയിം? എൻ്റെ പേര് നീരജ, എനിക്ക് 25 ഇയേഴ്സ് ഓൾഡാണ്. എൻ്റെ ചേച്ചിൻ്റെ പേര് നീലിമ, അച്ഛൻ്റെ പേര് ഉണ്ണികൃഷ്ണൻ നായർ, അമ്മയുടെ പേരൂടെ പറയാം, സുമ ഉണ്ണികൃഷ്ണൻ. ഇനി അതായിട്ട് തന്നെ വെറുതെ വെച്ചേക്കുന്നത്. വെരി സ്മാർട്ട് അബി, താങ്ക് യു. ചേച്ചി ലുക്കാണ്, താങ്ക് യു. വെൻ യു കം ടൗങ്ക്. UK ഏതോ ഒരു സ്ഥലമാണ് ടൗങ്ക് എന്ന് തോന്നുന്നു, പക്ഷേ എനിക്കറിയത്തില്ല. എന്തെങ്കിലും ഒരു സാഹചര്യം കിട്ടുവാണെങ്കിൽ വരും. ഹൗ ലോങ് ഹാവ് യു ബീൻ ഇൻ UK ഫോർ ആൻഡ് ഡസ് യു ഹാവ് സിസ്റ്റർ ലീവ് നിയർ യു? അല്ല, ഞാൻ UK 2 വർഷമായി. ചേച്ചി ഡോവർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ നിന്ന് ഏകദേശം 3-3.5 മണിക്കൂർ കാറിൽ ട്രാവൽ ഉണ്ട്, ട്രെയിനിലാണെങ്കിലും 3 മണിക്കൂറുണ്ട്. അടുത്ത ചേച്ചി എന്നാ നാട്ടിൽ പോകുന്നത് ഇനി? ചേച്ചി നാട്ടിൽ എവിടെയാണ്? ഞാൻ നാട്ടിൽ ട്രിവാൻഡ്രം നെടുവങ്ങാടാണ്. ഞാൻ ഇനി നാട്ടിൽ പോകുന്നത് ഈ വർഷം മെയ്. അടുത്ത ജോബ് ആൻഡ് സാലറി, ഹൗ കുഡ് യു മാനേജ് ഓൾ ദീസ് എക്സ്പെൻസ് ആൻഡ് ട്രിപ്പ്? പ്ലീസ് ഡോണ്ട് ടെൽ ഇൻ നെഗറ്റീവ് വേ. ഓക്കെ, അത് നല്ല ചോദ്യമാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്കത് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ജോബ് കെയർ ഹോമിലാണ് വർക്ക് ചെയ്യുന്നത്. എനിക്ക് പ്രതിമാസം സാലറി എന്ന് പറഞ്ഞാൽ ഒരു 1500 പൗണ്ടെങ്കിലും മിനിമം കിട്ടും. കൂടുതൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ അതിൽ കൂടുതൽ കിട്ടും. പിന്നെ എൻ്റെ ഒരു മാസത്തെ ചിലവെന്ന് പറഞ്ഞാൽ 1800 പൗണ്ടാണ്. എനിക്ക് കിട്ടുന്ന സാലറിക്കാളും കൂടുതലാണ് എൻ്റെ ചിലവെന്ന് പറയുന്നത്. പിന്നെ ട്രിപ്പൊക്കെ പോകുന്നത്, പിന്നെ സോഷ്യൽ മീഡിയ എല്ലാ ഇൻകം കൂടി ചേർത്താണ് ഞാൻ എൻ്റെ എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്നത്. സേവിങ്സ് ആയിട്ട് ഞാനൊരു 500 പൗണ്ടെങ്കിലും ചിലപ്പോൾ മാസം സേവ് ചെയ്യും. കൂടിയത് അതിൽ കുറവായിരിക്കും സേവ് ചെയ്യാൻ കിട്ടുന്നത്. പിന്നെ ട്രിപ്പൊക്കെ പോകുന്നത് കൊളാബറേഷൻസ് ആയിരിക്കും. അവിടെ ചെന്നിട്ടുള്ള എമൗണ്ട് ആയിരിക്കും. സാധനങ്ങൾ വാങ്ങുന്നതും ഫുഡും ഒക്കെ ആയിരിക്കും നമ്മുടെ കയ്യിൽ നിന്ന് നമ്മൾ ചിലവാക്കുന്നത്. പിന്നെ ദുബായ് പോയത് എൻ്റെ ഓൺ എക്സ്പെൻസ് ആണ്. എനിക്ക് ദുബായ് പോകണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ മൊറോക്കോ, അൽബേനിയൊക്കെ ഞാൻ പോയത് കൊളാബറേഷൻ്റെ ഭാഗമായിട്ടാണ്. അടുത്ത ചേച്ചി എങ്ങനെ UK എത്തി? അതുപോലെ എപ്പം വർക്ക് വിസയിൽ ആണോ? PR ആയോ? ഇനി UK വരാൻ ഇരിക്കുന്ന സ്റ്റുഡൻസിന് ഹെൽപ്പ് ആവും. ഞാൻ UK എത്തിയത് സ്റ്റുഡൻ്റായിട്ടാണ്. 2022 സെപ്റ്റംബറിലാണ് ഞാൻ UK എത്തിയേക്കുന്നത്. സ്റ്റുഡൻ്റായിട്ടാണ്. ഞാൻ കെയർ വിസയിലോട്ട് സ്വിച്ച് ചെയ്തതാണ്. PR ആവാൻ ഇനി 4 വർഷം കാത്തിരിക്കണം PR ആവാൻ വേണ്ടിയിട്ട്. പിന്നെ PR എടുക്കണോ വേണ്ടിയെന്ന് ഞാൻ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. അടുത്ത നഴ്സിംഗ് കഴിഞ്ഞ ഒരാൾക്ക് അങ്ങോട്ട് ജോബിന് ആയിട്ട് വരാനുള്ള പ്രൊസീജിയേഴ്സ് എന്താണെന്നൊന്ന് പറഞ്ഞു തരാമോ സിസ്റ്റർ? നഴ്സിംഗ് കഴിഞ്ഞ ഒരാൾക്ക് ഇവിടുത്തെ NHSലൊക്കെ എനിക്ക് തോന്നുന്നു ഡയറക്റ്റായിട്ട് മെയിൽ അയക്കുക, അവരെ ഇത് ചെയ്യുക, പിന്നെ ഏജൻസികളെ സമീപിക്കുക. അതേ എനിക്ക് അറിയുള്ളൂ. കാരണം എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ ധാരണകളൊന്നും ഇല്ല. അതുകൊണ്ട് ഞാൻ അധികം റിപ്ലൈ തരുന്നില്ല. എന്ത് കോഴ്സാണ് ചെയ്തത്? ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് MSc സ്പോർട്സ് മാനേജ്മെൻ്റ് ആണ്. 7 മാസം ചെയ്തു, പിന്നെ നിർത്തി.
ചേച്ചി HC ആയിട്ട് അല്ലേ വർക്ക് ചെയ്യുന്നത്, ഇപ്പോൾ എങ്ങനെയായി ട്രാവലൊക്കെ ചെയ്യാൻ ഓഫൊക്കെ കിട്ടുന്നത്? ഒരുപാട് പേരുടെ സംശയമാണ് നീരജ വർക്ക് ചെയ്യുന്നത്, നീരജയ്ക്ക് എങ്ങനെയാണ് ഓഫ് കിട്ടുന്നത്. ഞാൻ ചെന്ന് കയ്യും കാലും പിടിച്ച് കരയും. ഞാൻ മാനേജറെ കയ്യും കാലും പിടിച്ച് കരയും. എനിക്ക് അവിടെ പോകണം, എനിക്ക് ഇവിടെ പോകണം, എനിക്ക് ഇന്ന ആവശ്യമുണ്ടെന്നൊക്കെ പറഞ്ഞു. പിന്നെ നമുക്കൊരു വർഷത്തിൽ ആനുവൽ ലീവ് ഉണ്ട്, 5 ആഴ്ച ആനുവൽ ലീവ് ഉണ്ട്. അപ്പം അത് ഞാൻ ആവശ്യമില്ലാത്ത സമയത്ത് എടുക്കത്തില്ല. ചേർത്ത് വെച്ച് ഇങ്ങനെ എന്തെങ്കിലും ട്രിപ്പൊക്കെ പോകുന്ന സമയത്തായിരിക്കും ആനുവൽ ലീവിന് അപ്ലൈ ചെയ്യുന്നത്. ചേച്ചി എങ്ങനെയാണ് UK പോയത്, പ്രൊസീജിയേഴ്സ് ഒന്ന് പറയാമോ? ഞാൻ സ്റ്റുഡൻ്റ് ആയിട്ടാണ് പോയത്. കേരളത്തിലെ കൊല്ലത്തുള്ള എഡ്യൂറോയൽ എന്ന് പറഞ്ഞ ഏജൻസി വഴിയാണ് ഞാൻ പോയത്. അടുത്തത്, ഹൗ ഡു യു മാനേജ് സ്റ്റേ ഇൻ ഷേപ്പ് ആഫ്റ്റർ ഓൾ ദിസ് ഈറ്റിംഗ് ഫോർ കോണ്ടന്റ്? ഡു യു വർക്കൗട്ട്? യെസ് ഐ ഡു. ഇപ്പോൾ ഞാൻ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് അങ്ങനെ വലിയ ഷേപ്പൊന്നുമില്ല, സീരിയസ് ആയിട്ടുമില്ല കൈസ്. എൻ്റെ വയറൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, വയറും ഇതൊക്കെ ചാടി കിടക്കുവാണ്. പിന്നെ ഫുഡ് കഴിച്ചാൽ ശരീരത്തിൽ പിടിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഇത്രയും ഫുഡ് വ്ലോഗ് ചെയ്തിട്ട് എന്തുകൊണ്ട് അങ്ങനെയൊക്കെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, ഇത്രയും ഫുഡൊക്കെ കഴിച്ചിട്ട് എന്താ ഇങ്ങനെ മെലിഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ഫുഡ് വ്ലോഗിന് പോകുമ്പോൾ നമ്മുടെ മുന്നിൽ ഒരുപാട് ഫുഡ് ഉണ്ടാവും. എൻ്റെ കടമയെന്ന് പറഞ്ഞാൽ എല്ലാത്തിൽ നിന്നും ടേസ്റ്റ് ചെയ്യുക. ഇങ്ങനെ എല്ലാത്തിൽ നിന്നും ടേസ്റ്റ് ചെയ്യുമ്പം എൻ്റെ വയറ് ഫുള്ളാവും. പിന്നെ ഞാൻ എന്തെങ്കിലും ഡ്രിങ്ക് ഉണ്ടെങ്കിൽ അത് കുടിച്ചുകൊണ്ടായിരിക്കും ഇരിക്കുന്നത്. ബാക്കി ഫുഡൊക്കെ എൻ്റെ കൂടെ വരുന്നവർ കഴിക്കും, ഇല്ലെങ്കിൽ പാക്ക് ചെയ്തിട്ട് തിരിച്ച് വീട്ടിൽ കൊണ്ടുവരും. ഇതാണ് നോർമലി ഫുഡ് വ്ലോഗിന് നടക്കുന്ന കാര്യങ്ങൾ. ചേച്ചിയുടെ ക്വാളിഫിക്കേഷൻ പറയാമോ? എൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ BA ആണ്, BA ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ്. വലിയ കാര്യമൊന്നുമില്ല, ഇംഗ്ലീഷൊന്നും എനിക്കറിയില്ല. സംഭവം ഞാൻ സ്പോർട്സ് ആയിരുന്നു. പിന്നെ MSc പഠിക്കണം എന്നുണ്ടായിട്ടാണ് പഠിച്ച് ഇവിടെ എത്തിയത്. പക്ഷേ ഞാനത് ഡ്രോപ്പ് ഔട്ട് ചെയ്തു MSc. എനിക്ക് അങ്ങനെ ക്വസ്റ്റ്യൻ ആയിട്ടൊന്നുമില്ല ചോദിക്കാൻ. ചെയ്യുന്ന വീഡിയോസൊക്കെ പൊളിയാണ്. കീപ് ഗോയിങ് ഡിയർ, ഫ്ലൈ ഹൈ. താങ്ക് യു സോ മച്ച്. ആർ യു ട്രൈ ടു സീ മെനി കൺട്രീസ്? ആർ യു ട്രൈ ടു സീ മെനി കൺട്രീസ് എന്ന് ചോദിച്ചാൽ യെസ് ഓഫ് കോഴ്സ്. ഇനിയും ഒരുപാട് കൺട്രികൾ കാണണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. വൈ വി കാൻ ഫൈൻഡ് നീലിമ ഹസ്ബൻഡ് ഇൻ വീഡിയോസ്? ഹി ഷൈ ടു കം അല്ല, അത് ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യങ്ങളാണ്. ചേട്ടൻ അങ്ങനെ അധികം വീഡിയോസിലൊന്നും വരുന്നത് ഇഷ്ടമല്ല. ചേട്ടൻ പ്രൈവറ്റ് ലൈഫ് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ അവളുടെ അക്കൗണ്ട് എടുത്ത് നോക്കിയാൽ അറിയാം, 2-3 വീഡിയോസിലൊക്കെ ചേട്ടനുണ്ട്, പക്ഷെ അത് നിങ്ങൾ കാണുന്നില്ലെന്നേ ഉള്ളൂ. പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഡിവോഴ്സ്ഡ് ആണെന്ന്. വളരെ സന്തോഷത്തോടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫാമിലിയാണ്. വെറുതെ നിങ്ങൾ ഓരോന്ന് പറഞ്ഞു കൂട്ടാണ്ടിരുന്ന അത്രയും നല്ലത്. ചേട്ടൻ അങ്ങനെ പ്രൈവറ്റ് ലൈഫ് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. വീഡിയോയിലൊന്നും അങ്ങനെ വരാൻ ഇഷ്ടമല്ലാത്തൊരു വ്യക്തിയാണ്, അതുകൊണ്ടാണ്. കമ്മിറ്റഡ് ആണോ ചേച്ചി? ചേച്ചി സിംഗിളാണ്. മാരേജ് എന്നാ? നോ ഐഡിയ. മേ ബി നാളെ, മേ ബി മാരേജ് ഇല്ല. ശരിക്കും വീട് എവിടെയാണ്? നാട്ടിൽ ട്രിവാൻഡ്രം, നെടുമങ്ങാട്. ഹൗ യു ആർ മെയിൻറ്റെയിനിങ് വെയ്റ്റ്? ഒന്നും ചെയ്യുന്നില്ല. പിന്നെ ഞാനൊരു വെയിറ്റ് ലോസ് ഡ്രിങ്ക് എന്നൊന്നും പറയാൻ പറ്റത്തില്ല. എല്ലാ ദിവസവും രാവിലെ മുടങ്ങാണ്ടൊരു ഡ്രിങ്ക് കുടിക്കുന്നുണ്ട്. അതിലെന്തെങ്കിലും എനിക്ക് ശരീരത്തിൽ പിടിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പിന്നെ എനിക്ക് വെയിറ്റ് ലോസ് ആവുന്നില്ല. ഇപ്പോൾ കറൻ്റ് ഞാനിപ്പോൾ അടുത്ത മാച്ചിന് വേണ്ടിയിട്ട് ശരീരം ഒന്ന് ശ്രദ്ധിക്കുന്നുണ്ട്, ഫുഡൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുന്നുണ്ട്, പിന്നെ കറക്റ്റായിട്ട് പ്രാക്ടീസും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, ജിമ്മിൽ പോകുന്നുണ്ട്. സോ അതുകൊണ്ട് എനിക്കിപ്പോൾ 2-3 കിലോ കുറഞ്ഞു. കൊല്ലത്താണോ +1 +2 പഠിച്ചത്? യെസ്, കൊല്ലം SN ട്രസ്റ്റിലാണ് +1 +2 പഠിച്ചത്. പ്രത്യേകിച്ച് ഒന്നുമില്ല, ലുക്കാണ് കേട്ടോ. താങ്ക് യു സോ മച്ച്. നിങ്ങൾ ഹാപ്പിയാണോ? ഞാൻ ഹാപ്പിയാണ്. എനിക്കുള്ള ഒരേ ഒരു വിഷമം എന്ന് പറഞ്ഞാൽ, എൻ്റെ സങ്കടങ്ങൾ പറയാനും അല്ലെങ്കിൽ എന്നെ ഒന്ന് ആശ്വസിപ്പിക്കാനും നമുക്ക് മനസ്സ് തുറന്ന് എല്ലാം ഓപ്പണായിട്ട് പറയാൻ പറ്റുന്നൊരു സ്പേസ് ഉണ്ടല്ലോ, അതെനിക്കില്ല. അപ്പോൾ ഞാൻ അങ്ങനെ ഒരാളെ കണ്ടുപിടിക്കാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്, ഒരുപാട് ശ്രമിക്കുന്നുമുണ്ട്, ശ്രമിച്ചതൊക്കെ പാളിപ്പോയിട്ടുമുണ്ട്. സോ ചില സമയത്ത് നമുക്ക് അതൊക്കെ ആലോചിച്ച് വിഷമം വരും. ഞാൻ എന്നാൽ എൻ്റെ ചുറ്റുപാടുള്ള ഫ്രണ്ട്ഷിപ്പൊക്കെ ഏതെങ്കിലും ഒരു സമയത്ത് നിൽക്കും. അതിനുശേഷം പിന്നെ ഞാൻ എങ്ങനെ ആയിരിക്കും, എൻ്റെ കാര്യങ്ങൾ എന്നെ കെയർ ചെയ്യാൻ എൻ്റെ ആരുടെ ആവശ്യമില്ല, എന്നാലും നമുക്കൊരു സപ്പോർട്ട് എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെ ഒരാളൊന്നും ഇല്ലാത്തത് ചില സമയത്ത് സങ്കടം തോന്നും. പിന്നെ മെൻ്റലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും ഒരുപാട് പ്രശ്നം നേരിടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഓരോ ദിവസവും നമ്മുടെ മൂഡ് സ്വിങ്സ് വേറെ ആയിരിക്കും. ചില ദിവസങ്ങളൊക്കെ ഒറ്റയ്ക്ക് ഇരുന്ന് കരയാറുണ്ട്, ചില ദിവസങ്ങളിൽ പല പ്രശ്നങ്ങളും ഫേസ് ചെയ്യാറുണ്ട്. സോഷ്യൽ മീഡിയയിൽ നിന്നാണെങ്കിലും അതാണെങ്കിലും ഇതാണെങ്കിലും കെയർ ഹോമിൽ നിന്നാണെങ്കിലും സ്ട്രെസ്സ്, ഡിപ്രഷൻ, എന്താ അതാലോചിച്ചിട്ട് ഞാനിരുന്ന് കരയും. അടുത്ത ചേച്ചി UK-യിൽ ജോബൊക്കെ എങ്ങനെയാണ് പോകുന്നത്? ചേച്ചി ഞാൻ BTech ആണെന്ന്, എനിക്ക് വർക്ക് ചെയ്യാൻ വല്ല വഴിയുണ്ടോ? എനിക്കറിയില്ല മോനെ, ഇതിൻ്റെ ആൻസർ ഞാൻ ഓൾറെഡി ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അടുത്തത്, നോ അബൌട്ട് യുവർ സക്സസ്ഫുൾ കരിയർ, ഈസ് ഇറ്റ് ഹാർഡ് ടു അച്ചീവ് ഇറ്റ്? ക്യാൻ യു എക്സ്പ്ലെയിൻ ആൻഡ് വൺ സജഷൻ ടു?
സക്സസ്ഫുൾ കരിയറിന് വേണ്ടിയിട്ടുള്ള സജഷൻ എന്ന് പറഞ്ഞാൽ ആരെയും വിശ്വസിക്കരുത്. നമ്മുടെ മുന്നിൽ നിന്ന് ചിരിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളായിരിക്കത്തില്ല നാളെ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്നത്. സ്വന്തം അച്ഛനമ്മയെ മാത്രം വിശ്വസിക്കുക. കൂടപ്പുറപ്പിനെ പോലും വിശ്വസിക്കരുത്. നമ്മുടെ അച്ഛനമ്മയെ മാത്രം വിശ്വസിക്കുക. പിന്നെ ആരിലും അഡിക്റ്റ് ആവാണ്ടിരിക്കുക. ആരെയും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാണ്ടിരിക്കുക. നമുക്ക് അയാളെ ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്ക് ആ കാര്യം ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഓവർ കോൺഫിഡൻറ്റ് നമുക്കുണ്ട്. എത്ര വലിയ പ്രതിസന്ധിയാണെങ്കിലും നമ്മൾ തരണം ചെയ്യും എന്നുള്ളൊരു ഓവർ കോൺഫിഡൻറ്റ് നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ വി ക്യാൻ സക്സസ് ഇൻ അവർ ലൈഫ്. ഒബ്വിയസ്ലി വി ക്യാൻ. അടുത്ത, ഹായ് ചേച്ചി, എനിക്ക് ചേച്ചിയെ ഒത്തിരി ഇഷ്ടമാണ്. വീഡിയോസ് കാണാറുണ്ട്. ചേച്ചി UK എന്ത് ചെയ്യുന്നു? ചേച്ചി, അതിനു മുന്നേ ആദ്യമേ തന്നെ താങ്ക് യു സോ മച്ച്. ഞാൻ UK കെയർ ഹോമിലാണ് വർക്ക് ചെയ്യുന്നത്. ഹായ്, ഹോപ്പ് യു ആർ ഡൂയിങ് ഗുഡ്. ഹവ് യു ഡീൽ വിത്ത് ദ നെഗറ്റീവ് കമൻറ്റ്സ്, സൈബർ അറ്റാക്സ്? ഓഹ്, നന്ദനയാണ് ചോദിച്ചേക്കുന്നത്. നന്ദന സന്തോഷ്. ചില സമയത്തൊക്കെ എല്ലാം അങ്ങ് അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞാലോ, അക്കൗണ്ടൊക്കെ ഡീആക്ടിവേറ്റ് ചെയ്താലോ എന്നൊക്കെ ചില സമയത്ത് ആലോചിച്ചിട്ട് പോകാറുണ്ട്. എന്നിട്ട് ഞാൻ ചോദിക്കുമ്പോൾ എനിക്ക് മാത്രം എന്താ ഇത്രയും ഇങ്ങനെ കമൻസൊക്കെ വരുന്നത്? ചീത്ത വിളിക്കുന്നു, ഫിസിക്കലി അസോൾട്ട് ചെയ്യുന്നു, മെൻ്റലി അവർ അറ്റാക്ക് ചെയ്യുന്നു, അങ്ങനെ ഒരുപാട് പ്രശ്നം ഇപ്പോഴും ഞാൻ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം എങ്ങനെ അതിനെ നേരിടുന്നതെന്ന് ചോദിച്ചാൽ കമൻസ് വായിക്കാറില്ല. കമൻസ് വായിക്കുമ്പോഴാണല്ലോ നമ്മൾ എത്ര നേരിടും, പ്രതികരണം ചെയ്യുമെന്നൊക്കെ പറഞ്ഞാലും കമൻസ് ഞാൻ വായിക്കാറില്ല. ഇപ്പോൾ ഉള്ള ഒരു കമൻസും ഞാൻ നോക്കാറുമില്ല, വായിക്കാറുമില്ല. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ് ഒന്നും ഞാൻ നോക്കാറില്ല, വായിക്കാറില്ല. അവരെന്ത് വേണോ ഇട്ടോട്ടെ. ആ കമൻറ്റ് കണ്ടിട്ട് ബാക്കിയുള്ളവർ നെഗറ്റീവ് പറയുവാണെങ്കിൽ പറഞ്ഞോട്ടെ, ഒരു കുഴപ്പമില്ല. നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ മൈൻഡ് ചെയ്യാണ്ടിരിക്കുക, അത്രയേ ഉള്ളൂ. അടുത്ത, ചേച്ചി, എനിക്ക് UK MBA ചെയ്യാൻ അവിടെ നല്ല യൂണിവേഴ്സിറ്റി സജസ്റ്റ് ചെയ്യാമോ? എൻ്റെ മെസ്സേജ് ഒന്ന് നോക്കണേ. MBA ചെയ്യാനൊക്കെ UK വളരെ നല്ല കൺട്രിയാണ്. ഇവിടെയുള്ള ഒട്ടുമിക്ക യൂണിവേഴ്സിറ്റിയും MBAകളിൽ നല്ലതാണ്. സോ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഏജൻസിയെ സമീപിക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾ യൂണിവേഴ്സിറ്റീൻ്റെ റാങ്കൊക്കെ നിങ്ങൾ ഗൂഗിളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും. UK എത്ര ടാക്സ് കൊടുക്കണം സാലറി? 20% ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം എൻ്റെ ഒരു ഫ്രണ്ട് കഴിഞ്ഞ എന്നോ തവണ എനിക്ക് സംസാരിക്കുന്ന എൻ്റെ ഒരു ഓർമ്മയിലുണ്ട്. 20% ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമ്മൾ കിട്ടുന്ന സാലറിന്ന് 20% നമ്മൾ ടാക്സ് കൊടുക്കണം. നിങ്ങൾക്ക് എത്ര വയസ്സായി? എനിക്ക് 25. ലൈൻ ഉണ്ടോ? ലൈൻ ഇല്ല. ചേച്ചി, വൈ യു ക്വൈറ്റ്? കബഡി ഒരു പ്രൊഫഷണൽ രീതിയിൽ കൊണ്ടുപോയിക്കൂടായിരുന്നോ? കബഡി ഒരു പ്രൊഫഷണൽ രീതിയിൽ കൊണ്ടുപോയിക്കൂടാന്ന് പറഞ്ഞാൽ 11 വർഷം കബഡി കളിച്ചൊരു വ്യക്തിയാണ് ഞാൻ. 11 വർഷം കബഡി കളിച്ചൊരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ എനിക്ക് കബഡി പ്രൊഫഷണലായിട്ട് കൊണ്ടുപോകുന്നതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷേ നമ്മൾ എത്ര കളിച്ചിട്ടും എത്ര വലിയ നിലയിൽ എത്തിയിട്ടും നമുക്കതുകൊണ്ട് ഒരു ഉപയോഗം ഉണ്ടാകുന്നില്ല. ഞാൻ BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എടുത്ത് ചെന്നൈയിൽ പഠിക്കാൻ പോയ സമയത്ത് ഒരു ദിവസം പോലും ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടില്ല. ഞാൻ കബഡി പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ നടക്കുമായിരുന്നു. ഞാൻ അന്ന് അത് ചെയ്തത് കൊണ്ട് എനിക്ക് ഒരു ഉപയോഗവും. ഞാൻ മര്യാദയ്ക്ക് ക്ലാസ്സിൽ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ നേരെ ചൊവ്വ ഇംഗ്ലീഷിൽ ഒരു 10 വാക്ക് സംസാരിക്കാനെങ്കിലും പഠിച്ചേനെ. കബഡി കളിച്ചു, നാഷണൽസ് പോയി, സെലക്റ്റായി, അത് ചെയ്തു, ഇത് ചെയ്തു, ഒരു യൂസും ഇല്ല. നമ്മൾ ചുമ്മാ കളിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതൊരു ജോബ് പരമായിട്ടോ ഒന്നിനും ഒരു കാര്യവും നമുക്ക് കിട്ടത്തില്ല. ഇന്ത്യൻ ക്യാമ്പ്, ഇന്ത്യയിൽ വേൾഡ് കപ്പ് കളിക്കാൻ പറ്റും, ഒളിമ്പിക്സിന് പോകുന്ന അതല്ലെങ്കിൽ പ്രോ കബഡി കളിച്ച ചേച്ചിമാർ വരെ ഞങ്ങൾക്ക് പരിചയത്തിലുണ്ട്. അവരും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നതല്ലാണ്ട് അവർക്കൊരു ഉപയോഗവും ഇല്ല. അതുകൊണ്ട് പിന്നെ ഞാൻ ഡ്രോപ്പ് ചെയ്തു. എന്തെങ്കിലും സ്പോർട്സ് കോഴ്സ് എടുക്കാമെന്ന് കരുതിയാണ് ഞാൻ ഇവിടെ വന്നത്. പിന്നെ എന്ന് പറഞ്ഞാൽ ചോദ്യം ഒന്നുമില്ല, സ്നേഹം മാത്രം. ജാടയില്ലാതെ മെസ്സേജ് റിപ്ലൈ തരാനുണ്ട് ചേച്ചി. ഞാൻ കരുതി ചേച്ചി ജാടയാണെന്ന്. ഒബ്വിയസ്ലി എനിക്ക് മെസ്സേജ് അയക്കുന്ന എല്ലാവർക്കും ഞാൻ റിപ്ലൈ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി ഞാനൊരു ഡ്രസ്സിൻ്റെ ഡൊണേറ്റ് ചെയ്യുന്ന ഡ്രസ്സിൻ്റെ വീഡിയോ ഇട്ട സമയത്ത് ഒരുപാട് പേര് മെസ്സേജ് അയച്ച് അതെനിക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ റിപ്ലൈ ചെയ്യാത്തത്. ബാക്കി എനിക്ക് ഹായ് അയച്ചാൽ അതിൻ്റെ താഴെ എന്തെങ്കിലും ഒരു റീസൺ അയച്ച് മെസ്സേജ് അയക്കണം, ഞാൻ ഉറപ്പായിട്ട് ഞാൻ റിപ്ലൈ. ഞാൻ എപ്പോഴും എൻ്റെ ഇൻബോക്സ് എംറ്റി ആക്കി വെക്കുന്ന ഒരാളാണ്. അപ്പം അങ്ങനെ ഞാൻ മെസ്സേജിന് റിപ്ലൈ ഒക്കെ കൊടുക്കാറുണ്ട്. UK എന്താ ജോബ്? UK ഞാൻ കെയർ ഹോമിലാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ ഇത് കുറേ പേര് ഞാൻ പറഞ്ഞില്ല, സെയിം ക്വസ്റ്റ്യൻസ് ആണ് ഒരുപാട് പേര് ചോദിക്കുന്നത്. യു ലുക്ക് സോ ക്യൂട്ട്. താങ്ക് യു സോ മച്ച്. എനിക്ക് നാളൊക്കെ വരുന്നത്. ചേച്ചി, UK എന്ത് ജോബാ ചേച്ചി? അല്ല വീഡിയോ പൊളിയാ ചേച്ചി. ചേച്ചിയുടെ എല്ലാ വീഡിയോയും കാണും. വീട് എവിടെയാണ് ചേച്ചി? ക്യൂട്ടാണ് ചേച്ചി. താങ്ക് യു സോ മച്ച്. വീട് ട്രിവാൻഡ്രം നെടുമങ്ങാടാണ്. ചേച്ചി എന്താ പഠിച്ചേ? അവിടെ പഠിക്കുവാണോ? ആർ യു ഹാപ്പി?
ഞാൻ പഠിക്കുമല്ല, ഞാൻ കെയർ ഹോമിലാണ് വർക്ക് ചെയ്യുന്നത്, പഠിക്കാൻ വന്നതാണ്. ആർ യു ഹാപ്പി എന്ന് ചോദിച്ചാൽ എന്നെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തോ തോന്നുന്നു. ഹാപ്പിയാണ് ഞാൻ. അടുത്തേത് പറഞ്ഞാൽ, ചേച്ചി കെയർ അസിസ്റ്റൻ്റ് ആയിട്ട് എന്ത് എക്സാം എഴുതിയാണ് UK പോയത്? പോകാൻ എത്ര എമൗണ്ടായി? ഞാൻ കെയർ അസിസ്റ്റൻ്റ് ആയിട്ടല്ല ഞാൻ വന്നത്, ഞാൻ UK സ്റ്റുഡൻ്റ് ആയിട്ടാണ് വന്നത്. ഒരു കെയർ അസിസ്റ്റൻ്റ് ആയിട്ടൊക്കെയാണ് ഒരു 20-25 ലക്ഷം രൂപയൊക്കെ ചിലവാക്കിയാൽ ഇങ്ങോട്ടൊക്കെ വരാൻ പറ്റും. ഏജൻസിക്കൊക്കെ ഫീസ് കൊടുക്കണം, അങ്ങനെ ഇങ്ങനെയൊക്കെ. പക്ഷെ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക, സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഏജൻസികളെ മാത്രം സമീപിക്കുക. പൈസയൊക്കെ ചിലവാക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. എനിക്കും നല്ല രീതിയിലൊരു പണി കിട്ടിയതാണ്. അടുത്ത, ചേച്ചിയുടെ വീട് എവിടെയാണ്? നെടുമങ്ങാട്. സാരി ഉടുത്ത് അടുത്ത ഒരു കമൻറ്റ് വായിച്ചു തരാം. സാരി ഉടുത്ത് പൊക്കിൽ കുത്തി കാണാൻ രസമാണ്. പൊക്കിൽ എന്തോ സാധനം കാണാൻ നല്ല രസമാണ്. രസമാണെങ്കിൽ അങ്ങോട്ട് കണ്ടുകൊണ്ടിരുന്ന് അങ്ങ് കളാ. വെറുതെ അമ്മയ്ക്കും അച്ഛനും നാണക്കേട് ഉണ്ടാക്കാൻ വേണ്ടി എന്തിനാണ് നീയൊക്കെ ജീവിച്ചിരിക്കുന്നത്? ചേച്ചി നേഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ചേച്ചി നേഴ്സല്ല, ചേച്ചി കെയർ ഹോമിലാണ് വർക്ക് ചെയ്യുന്നത്. നീ ശരിക്കും ഹാപ്പിയാണോ? എന്താണ് എല്ലാവരും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്? ഞാൻ ഹാപ്പിയാണ്. എൻ്റെ പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും എൻ്റെ ബാക്കിൽ ഒരുപാട് പ്രഷർ പോകുന്നുണ്ട്, ഒരുപാട് സ്ട്രെസ് ഉണ്ട്. ലൈക്ക് വീഡിയോ അപ്പോൾ സമയത്ത് വീഡിയോ അപ്ലോഡ് ചെയ്യണം, പിന്നെ ഒരുപാട് കൊളാബറേഷൻസ് വരുന്നു, അതിൻ്റെ ടെൻഷൻ, പിന്നെ ഫാമിലി അവരെ മിസ് ചെയ്യുന്നതിൻ്റെ ടെൻഷൻ, പിന്നെ ഇവിടെ ഒറ്റയ്ക്കാണ്, ചില സമയത്ത് കുക്ക് ചെയ്യാൻ തോന്നത്തില്ല, ചില സമയത്ത് ബെഡിൽ നിന്ന് എണീക്കാൻ തോന്നത്തില്ല, പിന്നെ ഫ്രണ്ട്സിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രഷർ, ചില സമയത്ത് ചില കുഞ്ഞു കുഞ്ഞു പിണക്കങ്ങളൊക്കെ ഉണ്ടാകത്തില്ലേ, അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. പിന്നെ വാട്ട് ആർ യുവർ ഫ്യൂച്ചർ പ്ലാൻ ഇൻ UK? കണ്ടിന്യൂയിങ് വിത്ത് ജോബ് ഓർ ഫുൾ ടൈം യൂട്യൂബർ? അങ്ങനെ ചോദിച്ചാൽ, ഞാൻ എൻ്റെ ജോലി ഞാൻ ഇഷ്ടപ്പെട്ടാണ് ചെയ്യുന്നത്, യൂട്യൂബും ഞാൻ ഇഷ്ടപ്പെട്ടാണ് ചെയ്യുന്നത്. എനിക്ക് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകണം എന്നാണ് ആഗ്രഹം. പക്ഷേ ഈ 4 ദിവസം എന്നുള്ളതൊരു 2-3 ദിവസമൊക്കെ ജോലിയാക്കിയാൽ അത്രയും സന്തോഷം എനിക്ക്. അടുത്ത, അഫോർഡബിൾ ആയിട്ട് എഫക്റ്റീവ് ആയിട്ടുള്ള സൺക്രീം ഫോർ വിൻ്റർ. ബ്യൂട്ടി ഓഫ് ജോൺസൻ്റെ സൺസ്ക്രീൻ. ഇതൊരു കൊറിയൻ ബ്രാൻഡാണ് ബ്യൂട്ടി ഓഫ് ജോൺസ് എന്ന് പറഞ്ഞാൽ. അതിൻ്റെ ഒരു സൺക്രീം അടിപൊളിയാണ്. വിൻ്ററിലും സമ്മറിലും ഒക്കെ സൂപ്പർ സൺക്രീമാണ്. അടുത്ത, യു വാച്ച് പ്രോ കബഡി? ഒബ്വിയസ്ലി ഐ വിൽ വാച്ച് പ്രോ കബഡി. പക്ഷേ കഴിഞ്ഞൊരു വർഷം ഞാൻ അങ്ങനെ മാച്ചൊന്നും കണ്ടിട്ടില്ല. ചേച്ചി സ്പോർട്സിലൊക്കെ ആയിരുന്നല്ലോ, അപ്പം എന്തായാലും ടാനായി കാണുമല്ലോ, അതെങ്ങനെ മാറ്റി? എനിക്ക് സത്യം പറഞ്ഞാൽ അറിയത്തില്ല. ഞാൻ എൻ്റെ സ്കിന്നെ ഒട്ടും തന്നെ കെയർ ചെയ്യാത്ത ഒരാളായിരുന്നു. ഒട്ടും തന്നെ കെയർ ചെയ്യാത്തുള്ള ഒരാളായിരുന്നു ഞാൻ. എങ്ങനെ ഇങ്ങനെ മാറിയെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. ഇപ്പോൾ റീസെൻ്റ്ലി കഴിഞ്ഞ ഒരു വർഷമായിട്ടാണ് ഞാൻ പ്രോപ്പറായിട്ടുള്ള മോർണിംഗ് സ്കിൻ കെയറും നൈറ്റ് സ്കിൻ കെയറും ചെയ്യുന്നത്. അതിന് മുന്നിൽ ഞാൻ ഒട്ടും തന്നെ ശ്രദ്ധിക്കാത്ത ഒരാളായിരുന്നു ഞാൻ. പിന്നെ ടാന് മാറാനും വെളുക്കാനും തടിക്കാനൊക്കെ ആയിട്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഏജിൻ്റെ മാറ്റവും പിന്നെ ഹോർമോണിൻ്റെ ചേഞ്ചും കൊണ്ടായിരിക്കും ടാനൊക്കെ മാറിയത്. ഇപ്പോഴും മാറിയിട്ടുണ്ടോയെന്നൊന്നും അറിയത്തില്ല കേട്ടോ. UK ജോബ് കെയർ അസിസ്റ്റൻ്റ് ആയിട്ടാണോ വർക്ക് ചെയ്യുന്നത്? ഈ കോഴ്സ് നാട്ടിൽ നിന്നും പഠിച്ചതാണോ? അല്ല, ഞാനിവിടെ MSc സ്പോർട്സ് മാനേജ്മെൻറ്റ് എടുത്ത് വന്നതാണ്. എനിക്ക് ഇവിടുത്തെ എക്സ്പീരിയൻസ് 2 വർഷം ഞാൻ ഒരു വർഷം കെയർ ഹോമിൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് എനിക്ക് കെയർ ഹോമിൽ ജോലി കിട്ടിയത്. നീ പൊളിയാണടാ, വീഡിയോസൊക്കെ സൂപ്പറാണ്. താങ്ക് യു. ഹൗ ഈസ് യുവർ കെയർ ഹോം ജോബ്? ഡു യു ഡു ഇറ്റ് ഫോർ ദ സാക്ക് ഓഫ് യുവർ ജോബ് ഓർ ഡു യു റിയലി ലൈക്ക് ഇറ്റ്? കെയർ ഹോം ജോബ് എനിക്ക് വലിയ പ്രശ്നമില്ല. പക്ഷേ എല്ലാ കെയർ ഹോമും ഒരുപോലെ അല്ല. ഞങ്ങൾ വർക്ക് ചെയ്യുന്ന കെയർ ഹോമിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. സ്റ്റാഫാണെങ്കിലും റെസിഡൻസ് ആണെങ്കിലും എല്ലാവരും ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആണ്. പിന്നെ മ്യൂച്വലി എല്ലാവരും ഒരുമിച്ച് വർക്ക് ചെയ്യുന്നവരാണ്. അതുകൊണ്ടൊരു ടീം വർക്ക് ആയതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ വലിയ പ്രശ്നം വരാറില്ല. മേക്കപ്പ് ട്യൂട്ടോറിയൽ ഫോർ ഡെയിലി വർക്ക്സ്. മേക്കപ്പ് ട്യൂട്ടോറിയൽ ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ റീൽസ് ഇട്ടിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. UK എങ്ങനെയാണ് പേഷ്യൻസ് കെയർ ഹോം UK എങ്ങനെയാണ് പേഷ്യൻ്റ് കെയർ ജോബ് കിട്ടുന്നത്? എനിക്കറിയില്ല. ഒരു കല്യാണമൊക്കെ കഴിക്കണ്ടേ? എനിക്കും താല്പര്യമുണ്ട്, പക്ഷെ എന്ത് ചെയ്യാനാ, ഇപ്പോൾ പോയേനെ. എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. കല്യാണം കഴിക്കാൻ പ്ലാനൊന്നുമില്ലേ? ഞാൻ ഇതിനുള്ള മറുപടി ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 19 റീചാർജ് ചെയ്ത് തരുമോ? ഒരു 19 റീചാർജ് ചെയ്ത് തരുമോ? പിന്നെ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് വരുന്ന കൂടുതലും മെസ്സേജ്, ചേച്ചി ഒരു 3000 രൂപ കടം തരൂ, ചേച്ചി ഒരു 5000 രൂപ കടം തരൂ, ചേച്ചി ഒരു 20,000 രൂപ കടം തരൂ. എനിക്കറിയത്തില്ല ഒരു പരിചയമില്ലാത്ത ഒരാളുടെ അടുത്ത് എങ്ങനെയാണ് ഇവർ കടം ചോദിക്കുന്നതെന്ന്, എങ്ങനെയാണ് നമ്മൾ വിശ്വസിച്ച് കൊടുക്കുന്നത്. ലിപ്സ്റ്റിക് ഷെയ്ഡ് ഏതാ? ഇപ്പം ഞാൻ ഇട്ടേക്കുന്നത് മാഴ്സിൻ്റെ ഒരു റെഡ് കളർ ലിപ്സ്റ്റിക് ഷെയ്ഡാണ്. എനിക്ക് ഷെയ്ഡൊന്നും ഞാൻ അങ്ങനെ നോക്കുന്നൊരു വ്യക്തിയല്ല. ഞാൻ കൂടുതലും യൂസ് ചെയ്യുന്നത് ലാക്മീൻ്റെ ഒരു പിങ്കി ലിപ്സ്റ്റിക്കും സെഫോറേൻ്റെ ഒരു ന്യൂഡ് ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. ഭയങ്കര ഇഷ്ടമാണ്, കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനമാണ്.
ആഫ്റ്റർ ദർഹം ആഫ്റ്റർ എന്താണ് DP ദർഹം ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒന്ന് പറഞ്ഞു തരാമോ? എനിക്കത് അറിയില്ല കേട്ടോ, എനിക്ക് മനസ്സിലായില്ല സംഭവം എന്താണെന്ന്. ക്രഷ് ആയതുകൊണ്ട് മാത്രം ഫോളോ ആക്കുന്നത്. താങ്ക് യു. ഹാവ് യു ബീൻ ഇൻ ദ സിറ്റുവേഷൻ ബിഫോർ? യു ആർ ഇൻഫ്ലുവൻസർ, യു മേ ഹെൽപ്പ് പീപ്പിൾ, ഐ തിങ്ക് സോ. Hi, was you following you past 6 months? I want to know how you overcome the breakup. Yes, good question. ബ്രേക്കപ്പ് ഓവർകം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് അതിനുള്ളൊരു കപ്പാസിറ്റി നമുക്കുണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റും. പിന്നെയെന്ന് പറഞ്ഞാൽ ബ്രേക്കപ്പ് ആവുന്ന സിറ്റുവേഷൻസ് അനുസരിച്ചിരിക്കും. ഇപ്പം നമുക്ക് ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ലാത്ത, നമുക്ക് ഒട്ടും താല്പര്യമില്ലാത്ത, നമ്മൾ മെൻ്റലി ടോർച്ചർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് പെട്ടെന്ന് ബ്രേക്കപ്പ് ആവുകയാണെങ്കിൽ പിന്നെ നമുക്കത് ഓവർകം ചെയ്യാൻ പെട്ടെന്ന് പറ്റും. കാരണം നമുക്കത് റിലേഷൻഷിപ്പ് ആവശ്യമില്ല. പിന്നെ നമ്മൾ പെട്ടെന്ന് നമ്മൾ മനസ്സറിഞ്ഞ് നമ്മൾ ഉയിര് കൊടുത്ത് സ്നേഹിക്കുന്ന ഒരാൾ ചതിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഓവർകം ചെയ്യാനാണ് നമുക്ക് പാട്. അത് പാടാണ്. പക്ഷേ നമ്മൾ അങ്ങനെ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും നമുക്ക് അതിനേക്കാളും വലിയ കാര്യങ്ങൾ ഭാവിയിൽ ചെയ്യാനുണ്ട്. നമ്മൾ ഇനിയും ഉയരങ്ങളിൽ എത്താനുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഹാർഡ് വർക്ക്, ഒരു എഫേർട്ട് നമ്മൾ മനസ്സിൽ നിന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ബ്രേക്കപ്പും നമുക്ക് സിമ്പിളായിട്ട് ഓവർകം ചെയ്യാം. വേർ ഈസ് ഇൻ യുവർ ഹൗസ്? ഇൻ കേരള, ട്രിവാൻഡ്രം. പിന്നെ ഫാമിലിയെക്കുറിച്ച് പറയാമോ? ഇതാണ് എൻ്റെ ഫാമിലി. എൻ്റെ അച്ഛൻ, അമ്മ, എൻ്റെ ചേച്ചി, ചേച്ചീൻ്റെ കൊച്ച്, ഹസ്ബൻഡ് അടങ്ങിയ ഒരു കുടുംബമാണ് ഞങ്ങളുടെ. ബാക്കിയുള്ള ബന്ധുക്കളൊക്കെ പരമനാറികളാണ്. ഞാൻ പറയുന്നത് ഫാമിലി, ഈ ഒരു കുടുംബം, എൻ്റെ അച്ഛൻ, അമ്മ, ചേച്ചി, കൊച്ച്, ചേച്ചീൻ്റെ ഹസ്ബൻഡ്, ഇതാണ് ഞങ്ങളുടെ ഒരു കുടുംബം. എൻ്റെ അച്ഛനും അമ്മയെന്ന് പറഞ്ഞാൽ ഫുൾ സപ്പോർട്ടാണ്. ഒരു കാര്യത്തിനും എന്നെ ഇതുവരെ എതിര് പറഞ്ഞിട്ടില്ല. ഞാൻ കാരണം ഒരുപാട് അവർ സങ്കടപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ എൻ്റെ പിടിവാശിക്കും എൻ്റെ ഈഗോയ്ക്കൊക്കെ എൻ്റെ അച്ഛനും അമ്മയും നിന്ന് തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ജീവിക്കുന്നത് അവർക്ക് വേണ്ടിയിട്ടാണ്, എൻ്റെ ഫാമിലിക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ജീവിക്കുന്നത്. അവർക്ക് പറ്റുന്ന രീതിയിൽ സഹായം ചെയ്യുക, അവരെ പോകാത്ത സ്ഥലങ്ങളിൽ കൊണ്ടുപോവുക, അവരുടെ ആഗ്രഹങ്ങൾ നടത്തി കൊടുക്കുക. ഇതൊക്കെ കഴിഞ്ഞിട്ട് അവസാനമാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന്. ഇതൊക്കെ കഴിഞ്ഞിട്ടുള്ള അവസാനമാണ് കല്യാണത്തിനെ പറ്റി ചിന്തിക്കുന്നത്. ഇതാണ് എൻ്റെ ഫാമിലി. ഹെയർ ഫോളിന് എന്തെങ്കിലും റെമഡി പറഞ്ഞു തരാമോ? സത്യം പറഞ്ഞാൽ ഞാൻ UK വന്നതിന് ശേഷം എൻ്റെ ഒട്ടും തന്നെ ഞാൻ പ്രോപ്പറായിട്ട് നോക്കാത്തൊരു സംഭവമാണ് എൻ്റെ ഹെയർ എന്ന് പറഞ്ഞാൽ. ഹെയർ ഫോള് നല്ല രീതിയിലുണ്ട്. ഇവിടുത്തെ വെള്ളമാണെങ്കിലും നല്ല രീതിയിലുണ്ട്. ക്ലോറിൻ വെള്ളമാണ് ഇവിടുത്തെ. സോ ലവ് സ്റ്റോറി ഉണ്ടെങ്കിൽ പറഞ്ഞു തരാമോ? ലവ് സ്റ്റോറിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞു തരാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ലവ് ഒന്നും, പുറത്ത് പറയാൻ പറ്റുന്ന അത്ര കൊള്ളാമെന്നുള്ളൊരു ലവൊന്നും ഒരു സ്റ്റോറി ആയിട്ടൊന്നും എനിക്കില്ല. കുറേ അനുഭവിച്ചിട്ടുണ്ട്, കുറേ അനുഭവിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഭയങ്കര സെൽഫിഷാണ്. ഞാൻ എൻ്റെ കാര്യം എപ്പോഴും പ്രോപ്പറായിരിക്കണം, എൻ്റെ കാര്യങ്ങൾ നടക്കണം എന്നൊക്കെ എല്ലാവരും അങ്ങനെയല്ലേ വിചാരിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ ചിലപ്പോൾ കാണാൻ മറന്നുപോകും. അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന എന്നെ പോലെ തന്നെ റിയലായിട്ടുള്ള സെയിം ക്യാരക്ടർ ഓപ്പോസിറ്റ് വന്നാൽ അടിച്ച് പിരിഞ്ഞ് രണ്ട് താറുമാറാവും. അങ്ങനത്തെ ഒരു ബ്രേക്കപ്പ് സ്റ്റോറിയാണ് നമുക്കിടയിലുള്ളത്. എന്നെപ്പറ്റി ഒരു വാക്ക് പ്രസംഗിച്ചോ? ടിനോ ചേട്ടൻ എന്ന് പറഞ്ഞാൽ മുത്താണ്, കരളാണ്, പൊന്നും കുടവാണ്. ഞങ്ങളുടെ പ്ലാൻ മേക്കേഴ്സിൻ്റെ മാനേജറാണ് ടിനോ ചേട്ടൻ എന്ന് പറയുന്നത്. ഇവിടുത്തെ ഒരു ഇൻഫ്ലുവൻസറിൽ വൺ ഇൻഫ്ലുവൻസറാണ്. ഭയങ്കര നല്ല സപ്പോർട്ടാണ്. നമുക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും നമുക്ക് പെട്ടെന്ന് കണ്ണു അടച്ച് വിളിക്കാൻ പറ്റുന്ന ഒരാളെന്ന് പറഞ്ഞാൽ ടിനോ ചേട്ടൻ. ഞാനിങ്ങനെ ഇതുവരെ വിളിച്ചിട്ടില്ല, പക്ഷെ നമുക്ക് എന്താവശ്യം വന്നാലും ഒരു മടിയും കൂടാതെ നമ്മൾ വിളിച്ചാൽ ഹെൽപ്പ് ചെയ്യുമെന്ന് നമുക്ക് ഉറപ്പുള്ള ഒരാളാണ് ടിനോ ചേട്ടൻ. ഹൗ ഡു യു സ്റ്റേ ഹാപ്പി ആൻഡ് പോസിറ്റീവ്? എനി ടിപ്സ്? ദേവിക ചേച്ചിയാണ്. നിങ്ങൾക്കൊക്കെ അറിയാം ദേവിക ചേച്ചീനെ. UK ലെസ്റ്ററിലുള്ളൊരു ഇൻഫ്ലുവൻസറാണ്. വീഡിയോസൊക്കെ നല്ല രസമാണ് ദേവിക ചേച്ചീൻ്റെ. സോ ഹാപ്പി എനി ടിപ്സ് എന്ന് പറഞ്ഞാൽ എല്ലാം മറികടക്കാനുള്ള ഒരു മനസ്സുണ്ടാവുക. ഇന്ന് നമുക്ക് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അപ്പം നമ്മൾ ആ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആലോചിക്കുക, ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എത്തുന്ന ഒരു ലെവലുണ്ട്. അതാണ് നമ്മുടെ ഒരു പോസിറ്റീവ് ടിപ്സ് എന്ന് പറയുന്നത്. പിന്നെ ആരെയും വിശ്വസിക്കാതിരിക്കുക, ഓവറായിട്ട് ആരെയും ഡിപ്പെൻഡ് ചെയ്യാണ്ടിരിക്കുക, സ്വന്തം കാര്യം നോക്കുക, കുറച്ച് സെൽഫിഷായിട്ട് സ്വന്തം കാര്യങ്ങൾ നോക്കി നടക്കുക. വാട്ട്സ് ദ പർപ്പസ് ഓഫ് യുവർ ലൈഫ്? സത്യം പറഞ്ഞാൽ ഫസ്റ്റൊന്നും എനിക്കിതിൻ്റെ ഒരു ആൻസർ ഇല്ലായിരുന്നു. ഇന്നലെ ഞാൻ പേർലി മാണിൻ്റെ വിഷൻ ബോർഡിൻ്റെ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, എൻ്റെ വിഷൻസ് എന്താ, ഈ വർഷം എനിക്ക് എന്താ ചെയ്യാനുള്ളതെന്ന് ഞാനിങ്ങനെ ആലോചിക്കുന്നുണ്ടായിരുന്നു.
അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെ പർപ്പസ് ഞാൻ എന്തിനാണ് ജീവിക്കുന്നതെന്നായിരുന്നു. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ജീവിക്കുന്നത് എൻ്റെ അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ടാണ്, അവരെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, അവരെ നല്ല രീതിയിൽ നോക്കുക. കാരണം നമ്മൾ ഇത്രയും കാലം ഒരു കുറവുമില്ലാണ്ട് നമ്മൾ നോക്കിയതല്ലേ. അവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് മേടിച്ചു കൊടുക്കുക, ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിൽ കൊണ്ടുപോവുക, വീട്ടിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതിന് പൈസ അയച്ചു കൊടുത്ത് മേടിച്ചു കൊടുക്കുക. ഇതൊക്കെ ഒരു പ്രിവിലേജാണ്. നമ്മൾ 20-25 വർഷം വളർത്തിയവർക്ക് വേണ്ടിയിട്ട് നമ്മളിത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ വലിയ കാര്യമല്ലേ. എന്നാൽ മാഞ്ചസ്റ്ററിൽ വരുന്നത്, മാഞ്ചസ്റ്ററിൽ ഫെബ്രുവരി 10th കല്യാണമൊന്നുമില്ല. പിന്നെ ഫാമിലിയെക്കുറിച്ച് പറയാമോ? ചേച്ചി ഡോക്ടറാണോ? ചേച്ചി ഡോക്ടറല്ല മോനെ, ചേച്ചി ഡോക്ടറല്ല. ഫുഡ് ഇൻ കാർ, ഹലോ അറിയാം ചേട്ടാ, ചേട്ടൻ്റെ ഭയങ്കര ഫാനാണ് ഞാൻ. നല്ല രസമാണ് വീഡിയോസ്, ഫുഡ് കഴിക്കുന്നത് കാണുമ്പോൾ നല്ല രീതിയിൽ കൊതിയാവാറുണ്ട്. പിന്നെ ഇങ്ങനെ ഒന്നും അറിയാതെ അറിഞ്ഞു പിടിച്ച് നിൽക്കുന്നു എന്ന് മാത്രം. സോ അപ്പം ഇത്രയേ ഉള്ളൂ. അപ്പം ഈ ഒരു വീഡിയോ എൻ്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ ഞാൻ ചോദിച്ച Q&Aക്കുള്ള മറുപടിയാണ്. അപ്പം ഇനി കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഒരു Q&A ഇടുന്നുണ്ട്. അപ്പോൾ അത് ഇതിനേക്കാളും മോർ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അറിയാനൊന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് അതിൽ ചോദ്യം ചോദിച്ചാൽ മതി. സ്നേഹിക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി, വെറുക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. ബാഡ് കമൻറ്റ്സ് ഇടുന്നവർക്കാണെങ്കിലും പോസിറ്റീവ് കമൻറ്റ്സ് ഇടുന്നവർക്കാണെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നവർക്കാണെങ്കിലും, ചിലർ ചേച്ചി എന്നൊക്കെ വിളിക്കുമ്പോൾ മനസ്സറിഞ്ഞ് അവരുടെ സന്തോഷം നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അവർക്കും ഒരുപാട് നന്ദി. എനിവേ ബോറടിച്ചില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ ചോദിച്ചതിനുള്ള സത്യസന്ധമായിട്ടുള്ള മറുപടിയാണ് ഞാൻ ഇതിൽ തന്നേക്കുന്നത്. എനിവേ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടാതെ നീരജ അമ്മൂസ് യൂട്യൂബ് ചാനലോടൊപ്പം നീരജ അമ്മൂസ് ഇൻസ്റ്റ ഐഡി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ബൈ ഫ്രം നീരജ അമ്മൂസ്.